തന്നെ കർത്താവിന് മഹത്വം. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിച്ചു. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ശാന്തമായി പറയുകയാണ് ഇവിടെ: ചതിവുകളും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളയും. ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, ഇതെല്ലാം ദൈവപൈതലിൽ തന്നെ ഉള്ളത് തന്നെയാണ്. കർത്താവേ എന്ന് പലപ്പോഴും വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട്. നുണ പറയുന്നവർ, അസൂയുള്ളവർ, വ്യാജഭാവമുള്ളവർ, ശബ്ദിക്കുന്നവർ, ഇതൊക്കെ ക്രിസ്തീയ അനുഭവങ്ങൾ തന്നെ. ഇതൊക്കെ സഭയ്ക്ക്, ആദിമസഭയ്ക്കകത്തുണ്ടായിരുന്നത് ഇന്ന് അതിന്റെ 100 ഇരട്ടി ശക്തിയോടെ സഭകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. വെള്ള ധരിച്ച് മീശയും വടിച്ച് കറുത്ത പുസ്തകവുമായി ആലയങ്ങളിൽ ആഴ്ചയിൽ 2-3 ദിവസം കയറി ഇറങ്ങുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നിൽ ഈ വ്യാജഭാവമുണ്ടെങ്കിൽ, നിന്നിൽ അസൂയ ഉണ്ടെങ്കിൽ, നീ പറയുന്നതെല്ലാം നുണയാണെങ്കിൽ, നീ പറയുന്നത് വ്യാജ്യമാണെങ്കിൽ, മറ്റുള്ളവരെ ചതിക്കുന്ന വ്യക്തിയെങ്കിൽ പോയിട്ട് പ്രയോജനമൊന്നുമില്ല കേട്ടോ. നീ ഇതൊക്കെ കളഞ്ഞിട്ട്, അപ്പോസ്തലൻ പറയുന്നത്, നീ ഇതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത വചനം എന്ന പാൽ കുടിപ്പിൻ. കാരണം കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതിനർത്ഥം നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ പൈതലെ, കർത്താവ് ദയാലു എന്ന് ആസ്വദിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ദൈവകൃപയിൽ ഓരോ ദിവസവും വളരുവാൻ നീ ശ്രമിക്കണം. ചതിവ് ചെയ്യുന്ന മനുഷ്യ, വഞ്ചന ചെയ്യുന്ന മനുഷ്യ, നിനക്ക് എന്ത് ഭവിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു. ആകയാൽ ചതിവുകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകട്ടെ. നിനക്ക് എങ്ങനെ നിന്റെ സ്വന്തം സഹോദരനെ ചതിക്കുവാൻ കഴിയുന്നു? ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്ന നിന്റെ കൂട്ടുകാരനോട് എങ്ങനെ നിനക്ക് കള്ളം പറയുവാൻ കഴിയുന്നു? അല്ലെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ വചനം പകർന്നു വിശുദ്ധന്മാരോട്, വിശുദ്ധമതികളോട്, ഒരേ അപ്പത്തിന്റെ അംശികളായിരിക്കും നിന്റെ സഹോദരന്മാരോട് നിനക്ക് എങ്ങനെ അവരെ കുറിച്ച് നുണ പറയുവാൻ കഴിയുന്നു? ദൈവത്തിന്റെ വേദനയും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ദൈവത്തിന്റെ പൈതൽ ഇങ്ങനെയുള്ള സകല തിന്മകളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണമെന്ന് നാം എപ്പോഴും ശ്രദ്ധിക്കാറുള്ള വലിയ വലിയ കുറ്റങ്ങളും പാപങ്ങളും ചെയ്യാതെ അകന്നിരിക്കുവാനാണ്. പക്ഷെ കർത്താവ് പറയുന്ന അവിശ്വത്വം, നീ അറിയാതെ നിന്നിൽ വ്യാപരിക്കുന്ന ഈ കുടിലമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്നെല്ലാം നീ അകന്നിരുന്നിട്ട് നീ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ജനിച്ചൊരു ശിശുവിനെ പോലെ നീ എന്ത് ചെയ്യണം? മായമില്ലാത്ത പാൽ കുടിച്ച് രക്ഷയ്ക്കായി വളർന്നുകൊണ്ടേയിരിക്കണം. രക്ഷ ഒരിടത്ത് നിൽക്കുകയല്ല, അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം വളരും തോറും അത് നമ്മുടെ ജീവിതത്തിൽ വളർന്നു. എന്താണ് രക്ഷ? രക്ഷയ്ക്ക് വേണ്ടിയുള്ള നന്മ പ്രവൃത്തികളും വചനമനുശാസിക്കുന്ന ആമീസൂത്രം പ്രമാണങ്ങളും ദിനംതോറും അനുസരിച്ച് വളരുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നരകത്തിയുടെ വലിപ്പം ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഈ ബോസ്കോ ചിന്തകൾ എന്നുള്ള ഒരു പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. നരകത്തിലെ തീറ്റലിൽ നടന്ന ഒരു കഥയെക്കുറിച്ച് അങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു അനാഥശാലയിൽ 2-ാം ലോക മഹായുദ്ധ സമയങ്ങളിൽ മാതാപിതാക്കൾ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു അനാഥശാലയിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. ദൈവഭക്തനായ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലായിരുന്നു. അപ്പോൾ അനാഥശാലയിൽ താന്തരം കാണിച്ച് തന്നിഷ്ടം കാണിച്ച് ജീവിക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങളായിരിക്കും ഒമാരക്കാരും യൗവനക്കാരുമായിരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ജോൺ എന്ന് പറയുന്ന ഈ കുട്ടി ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അവരുടെ ലീഡറായിരിക്കുന്ന ഒരു ഗുണ്ട പോലെയുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവനൊരിക്കലും ഇങ്ങനെ കൂട്ടുകാരോട് കൂടി നിന്നിട്ട് അവനിങ്ങനെ പറഞ്ഞു:
നരകത്തിന്റെ തീയൊക്കെ ഞാൻ വളരെ നിസ്സാരമായി അങ്ങ് സഹിക്കും. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഈ ജോൺ തീപ്പെട്ടി എടുത്ത് ഉരച്ച് ഇവൻ ഇവൻ ഇങ്ങനെ പുറകെ കൈകെട്ടി നിന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവന്റെ കൈവെള്ളയിലോട്ട് വെച്ചു കൊടുത്തു. കൈവെള്ളയിലോട്ട് വെച്ചു കൊടുത്തിട്ട് ഇവൻ അലറി കരഞ്ഞു ഓടുവാന്റെ ഒക്കെ ഒന്നും ഇടയായി. അപ്പോൾ പിന്നെ ഇവനെ ഉപദ്രവിക്കുവാനായി അവൻ തിരിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അല്പസമയം മുമ്പ് നീയല്ലേ പറഞ്ഞു നരകത്തിലെ തീ ഞാൻ വളരെ നിസ്സാരമായി സഹിക്കും. നരകത്തിലെ തീ നിസ്സാരമായി സഹിക്കുമെങ്കിൽ നിനക്ക് തീപ്പെട്ടിക്കൊല്ലിന്റെ ഈ ചൂട് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. അവന് പിന്നെ അവനെ ഒന്നും ചെയ്യുവാനില്ല. ഇത് നിസ്സാരമായ ഒരു ചെറിയ കഥയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പേരിലെ നരകത്തിയുടെ ആഴം വളരെ വലുതാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയല്ല, രക്ഷയ്ക്കായിട്ട് വളരുവാനാണ് വിളിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് കുടിക്കേണ്ട മായമില്ലാത്ത പാലാണ്. സ്തോത്രം. പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പലപ്പോഴും തുറന്ന് വായിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ദൈവത്തിന്റെ പേരിൽ ഈ പുസ്തകം കയ്യിൽ തന്നിരിക്കുന്നത് ജീവന്റെ വചനമാണ്. ഇതാണ് ദിനംതോറും നമ്മളെ ബലപ്പെടുത്തുന്നത്, ഇതാണ് നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത്. ആകയാൽ സ്തോത്രം ദിനംതോറും വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് എല്ലാ ചതിവും വഞ്ചനയും എല്ലാ നുണയും അസൂയയും സ്തോത്രം നമ്മിൽ നിന്ന് അകറ്റിയ സ്തോത്രം ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ഞാൻ നിങ്ങളുമായി തീരുവാൻ കർത്താവ് വചനങ്ങൾ കൂടി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായി സഹായിക്കുന്നതാണ്.